ചെയ്യാൻ പോകുന്നത് ഒരു പാലക് ദാലാണ്. ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ആരെങ്കിലും ഇന്ന് എൻ്റെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ നാട്ടിൽ ചീര എന്ന് പറയുന്നു, ഇതിപ്പോൾ നോർത്ത് ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലും പാലക്ക് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലും കിട്ടും നമ്മുടെ ഈ വലിയ ഇലയുള്ള ഈ പാലക്കെന്ന് നമ്മൾ പറയുന്ന ഈ ചീര. അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ചീരകളോ നമ്മുടെ കയ്യിലുള്ള ചീര വെച്ച് നമുക്ക് ഈ കറി ഉണ്ടാക്കാം. കാരണം ഇത് വളരെ ഹെൽത്തിയാണ്. നമ്മുടെ ചീരക്കകത്ത് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എയും ഫോളിക് ആസിഡും ആൻറ്റി ഓക്സിഡൻസും എല്ലാം നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം തരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണാം. ഇതാണ് നമ്മുടെ പാലക്കിൻ്റെ ഇല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചീര നമ്മളിങ്ങനെ നമുക്കിപ്പോൾ ലുലുവിലൊക്കെ പോയാൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ പോയാൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഇലയുള്ളതാണ് നമ്മൾ പാലക്കെന്ന് ഉദ്ദേശിക്കുന്നത്. പാലക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു തക്കാളി വേണം, ഒരു സവോള വേണം, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് 2 അല്ലിയോളം വെളുത്തുള്ളി, പിന്നെ നമുക്ക് കുറച്ച് പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ടത് വേണം. പരിപ്പെന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മസൂർ ദാലാണ്, അതായത് നമ്മുടെ ചുമന്ന പരിപ്പ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പരിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക്, അല്ല 1 ടേബിൾ സ്പൂൺ തന്നെ ആവശ്യമില്ല, നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, കുറച്ച് ജീരകവും വേണം. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ പരിപ്പും തക്കാളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മളിതിനെ വേവിച്ചെടുക്കും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഈ പരിപ്പിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ എണ്ണ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ ആ പരിപ്പിന് നല്ലൊരു രുചിയും അതുപോലെ തന്നെ നല്ലൊരു മണവും വരും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇതിലിഷ്ടം, എണ്ണയാണെങ്കിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് ഈ തക്കാളി ഈ പരിപ്പും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അത് വേകുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ വേറൊരു പാത്രം വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇപ്പം ഞാൻ ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. കാരണം നമുക്ക് ആ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത്. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്തോട്ട് ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കണം. നമ്മുടെ എണ്ണയിൽ നമ്മൾ കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടിയ ശേഷം നമുക്ക് കുറച്ച് നല്ല ജീരകം, പെരുംജീരകമല്ല നല്ല ജീരകം, 1 പിടി അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കണം. പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതെല്ലാം പൊട്ടിയൊന്ന് വരുമ്പോഴത്തേനും കൂടെ തന്നെ നമുക്ക് നമ്മുടെ സവോള അരിഞ്ഞത്, നമ്മൾ 1 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ആ സവോളയെ നമ്മൾ ഇട്ട് കൊടുത്തു. ഈ സവോള ഒന്ന് നല്ല ഉണക്ക് നമ്മൾ വാടി നല്ലൊരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വന്നു. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പാലക്ക് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി എന്നല്ല, നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നമുക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എല്ലാം കൂടി ഇതിനകത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ നമ്മളൊന്ന് വാടുന്നിടം വരെ, അതായത് നമ്മുടെ ചീര ഒന്ന് വാടി വരുന്നിടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീര നല്ല പോണക്ക് വാടി ഇച്ചിരി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചോറിനാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കുറുക് പോലെ വെള്ളം വേണം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ പരിപ്പും തക്കാളിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പരിപ്പും തക്കാളിയും നമ്മുടെ ചീരയും സവോളയും എല്ലാം കൂടി ഒരു നല്ല ഒന്നാന്തരം ടേസ്റ്റായിട്ട് വരും. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് തോന്നുക തന്നെ ചെയ്യും. അതുപോലെ നല്ല ഹെൽത്തിയാണ്. നമുക്ക് എന്ത് വെച്ചാലും എങ്ങനെ നോക്കിയാലും ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഒരു ഹാനികരവും ചെയ്യുന്നതല്ല. അത് നമ്മുടെ പറമ്പിലെ ചീര ആയിക്കോട്ടെ,
ഈ ചീര ആയിക്കോട്ടെ എല്ലാം ഗുണങ്ങളുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ. നമ്മൾ ഈ ചേർക്കുന്ന ജീരകമുണ്ടല്ലോ, ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റാണ് നമുക്ക് ഈ പാലക്കിന് കുറച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ, നമ്മൾ ഏതൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അതിനൊരു ഹൈലൈറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് അങ്ങനെ ഒരു ഹൈലൈറ്റഡ് പാർട്ടാണ് നമ്മുടെ ഇവിടുത്തെ ജീരകം. ഒരു 1/4 ടീസ്പൂണോളം എങ്കിലും നമ്മൾ ചേർത്തിരിക്കണം, എങ്കിലും ഈ കറിക്ക് അതിൻ്റേതായൊരു ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്കിത് ഒരു ഇച്ചിരി നേരം കൂടെ അടുപ്പിൽ ഒരു 5-10 മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് ഇതൊന്ന് നല്ല ഉണക്ക് തിളച്ച് വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാലക് ദാൽ എന്ന് പറയുന്ന കറി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എൻ്റെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അയക്കണം. എന്തെങ്കിലും കുറവുകളോ കൂടുതലോ എന്തെങ്കിലും ചേർക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്ന് ഞെക്കിയാൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷന് മിസ്സാവണ്ട, നമ്മുടെ അടുത്ത അടിപൊളി ഒരു വീഡിയോ മിസ്സാവണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.